ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ പച്ചക്കറി കൃഷിക്കും ഹരിത ടൂറിസത്തിനും ഉജ്ജ്വല തുടക്കമായി. ജനുവരി 2-ന് ചാലിശ്ശേരിയിൽ ആരംഭിക്കുന്ന ദേശീയ സരസ് മേളയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിൽ നടത്തുന്ന സരസിലേക്ക് സമൃദ്ധിയോടെ എന്ന പച്ചക്കറി കൃഷി പദ്ധതിക്കാണ് തുടക്കമായത്. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിത്തിടൽ മഹോത്സവം പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ മങ്ങാരം പാടശേഖരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കാർഷിക രംഗത്തെ സമൃദ്ധിയിലെത്തിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം രംഗത്തെത്തണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. 300 ഏക്കറിലാണ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തും പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ 150 ഏക്കർ സ്ഥലത്തുമാണ് കൃഷി. ദേശീയ സരസ് മേളയ്ക്ക് എത്തുന്ന ജനങ്ങൾക്ക് നാടൻ വിഷരഹിത പച്ചക്കറി മിതമായ നിരക്കിൽ ലഭ്യമാക്കാം. തൃത്താല മണ്ഡലത്തിലെ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആത്മ 2025-26 പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ച് സംഘടിപ്പിച്ച കർഷക വിദ്യാലയം പഠന പരിപാടിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മാലിന്യമുക്ത തൃത്താല പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള വേസ്റ്റ് ബിൻ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചാലിശ്ശേരി, തൃത്താല പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലത്തിലെ തെരഞ്ഞെടുത്ത 17 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ബിന്നുകൾ നൽകിയത്. ചടങ്ങിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായി. കില ഡയറക്ടർ A. നിസാമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. നവകേരളം ജില്ലാ കോർഡിനേറ്റർ P. സെയ്തലവി പദ്ധതി വിശദീകരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ, കൃഷി ഓഫീസർ MS ശ്രീലക്ഷ്മി, ആത്മ പ്രൊജക്ട് ഡയറക്ടർ N. ഷീല, കൃഷി അസിസ്റ്റന്റ് PV വിനോബ്, പഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കൃഷിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സരസ് മേളയ്ക്ക് മുന്നോടിയായി തൃത്താല മണ്ഡലത്തെ സൗന്ദര്യവത്കരിക്കുന്നതിനായുള്ള ഹരിത ടൂറിസം പദ്ധതിക്കും തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി MP രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയും ഉത്തരവാദിത്ത ടൂറിസവും പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഹരിത ടൂറിസം പ്രാവർത്തികമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ ജലാശയങ്ങൾ, പൊതുയിടങ്ങൾ, പാതയോരങ്ങൾ, പാടവരമ്പുകളിലെല്ലാം സൗന്ദര്യവത്കരണം നടത്തും. പദ്ധതിയുടെ ഭാഗമായി വട്ടത്താണി പാടശേഖരത്തിനോട് ചേർന്ന വരമ്പിൽ 4000 ചെണ്ടുമല്ലി തൈകളാണ് നടുന്നത്. പൊതുയിടങ്ങളിലെ മാലിന്യ നിക്ഷേപം ഇല്ലാതാക്കുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും പദ്ധതിയിലൂടെ കഴിയും. പ്രാദേശിക സംവിധാനങ്ങളെ സംയോജിപ്പിച്ച് ടൂറിസം വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മണ്ഡലത്തിലെ സാംസ്കാരിക പൈതൃകം, കൃഷി, പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ, പാരിസ്ഥിതിക വൈവിധ്യങ്ങളെല്ലാം കോർത്തിണക്കുന്ന പ്രധാന പദ്ധതിയാകാൻ ഹരിത ടൂറിസത്തിന് കഴിയും. കാർഷിക മേഖലയെ കൂടുതൽ ആകർഷണീയമാക്കുന്നതിന് ഹൈടെക് സംവിധാനങ്ങളും നടപ്പാക്കും.